ഹായ് സ്റ്റുഡൻസ്, ഡ്രീംസ് റിയലൈസ്ഡ് എന്നുള്ള ചാപ്റ്ററാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. ഗാന്ധിജി വാസ് പാഷനേറ്റ് അബൌട്ട് അച്ചീവിങ് ഇൻഡിപെൻഡൻസ് ഫോർ അവർ മദർലാൻഡ്. നമ്മളുടെ മദർലാൻഡിന് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുക എന്നതിനെക്കുറിച്ച് ഗാന്ധിജി വളരെയധികം പാഷനേറ്റ് ആയിരുന്നു, വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ഹി സ്പെയർഡ് നോ എഫേർട്ട് ഫോർ ദിസ്. ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു, ഒരു കാര്യവും അവോയ്ഡ് ചെയ്തില്ല. Here is an account of Gandhiji's tour of England during which he explains his idea of free India. ഗാന്ധിജിയുടെ ഇംഗ്ലണ്ടിലേക്കുള്ള ഒരു ട്രിപ്പിനെ കുറിച്ചുള്ള ഒരു വിവരണമാണ്. അതുപോലെ തന്നെ ഒരു ഫ്രീ ഇന്ത്യ എന്നുള്ളതുകൊണ്ട് ഗാന്ധിജിയുടെ ഒപ്പീനിയൻസ് കൂടെ ഈ ഒരു ആർട്ടിക്കിളിലൂടെ ഗാന്ധിജി പറയുന്നുണ്ട്. ഡ്രീംസ് റിയലൈസ്ഡ്. ഡ്രീംസ് എന്താ? സ്വപ്നങ്ങൾ. റിയലൈസ് ചെയ്യാറുണ്ട്, തിരിച്ചറിഞ്ഞു. ആ ഒരു സ്വപ്നങ്ങൾ തിരിച്ചറിയുന്നു. During his visit to England, Gandhiji attended many meetings that were organized to honor him. ഗാന്ധിജി ഇംഗ്ലണ്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്തു. അതൊക്കെ അദ്ദേഹത്തിനെ ഹോണർ ചെയ്യാൻ, അദ്ദേഹത്തിനെ പുകഴ്ത്താനും അദ്ദേഹത്തിനെ ഒന്ന് അനുമോദിക്കാനും വേണ്ടി ഓർഗനൈസ് ചെയ്യപ്പെട്ട ഒരുപാട് മീറ്റിങ്ങുകളിൽ ഗാന്ധിജി പങ്കെടുത്തു. ദ സ്റ്റുഡൻസ് ഓഫ് ഫ്രാൻസ് ഓർഗനൈസ്ഡ് എ റിസപ്ഷൻ ഫോർ ദ സ്പിരിച്വൽ അംബാസിഡർ ഓഫ് ഇന്ത്യ. ഫ്രാൻസിലുള്ള സ്റ്റുഡൻസ് സ്പിരിച്വൽ അംബാസിഡർ ഓഫ് ഇന്ത്യ, ഗാന്ധിജിയാണ് ഉദ്ദേശിച്ചത്. ഗാന്ധിജിക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യലായിട്ടുള്ള റിസപ്ഷൻ വരെ ഓർഗനൈസ് ചെയ്തു. ദ വെൽക്കംഡ് ഹിം ആസ് വൺ ബ്രിങ്ങിങ് ലൈറ്റ് ടു ദ എക്സ്പ്ലോയിറ്റേഷൻ blinded west and acting as a healing balm to the war-weary Europe. അവരെങ്ങനെയാണ് വെൽക്കം ചെയ്തത്? He is a person who bringing light, ചൂഷണങ്ങളും മറ്റൊക്കെ അനുഭവിക്കുന്ന ആ ഒരു ലൈഫിലേക്ക് ഒരു വെളിച്ചം കൊണ്ടുവരുന്ന ഒരാളായിട്ടാണ് അവർ ഗാന്ധിജിയെ കണ്ടത്. In his reply, Gandhi addressed them as friends and fellow students. Friends and fellow students എന്നാണ് ഗാന്ധിജി അവരെ അഡ്രസ്സ് ചെയ്തത്. Since I visited France as a student to see the exhibition in Paris in 1890 പാരീസിലുള്ള എക്സിബിഷൻ കാണാൻ ഒരു സ്റ്റുഡൻ്റായിട്ട് ഞാൻ വിസിറ്റ് ചെയ്തത് മുതൽ ഐ ഹാവ് ലേൺഡ് സംതിങ് ഓഫ് ദ ട്രഡീഷൻ ഓഫ് യുവർ കൺട്രി. നിങ്ങളുടെ രാജ്യത്തിൻ്റെ ഒരു ട്രഡീഷൻ, പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ആൻഡ് ദ ടീച്ചിങ്സ് ഓഫ് റൂസോ ആൻഡ് വിക്ടർ ഹ്യൂഗോ. അതുപോലെ തന്നെ റൂസോയുടെയും വിക്ടർ ഹ്യൂഗോയുടെയൊക്കെ ടീച്ചിങ്സിനൊക്കെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നൗ ഓൺ മൈ എൻ്ററിങ് അപ്പോൺ മൈ മിഷൻ, മൈ വെരി ഡിഫിക്കൽട്ട് മിഷൻ ഇൻ ഇന്ത്യ. ഇപ്പം ഞാൻ എൻ്റെ ഇന്ത്യയിലൊരു പുതിയ മിഷൻ എൻ്റർ ചെയ്തിട്ടുണ്ട്. എന്താണ് ആ മിഷൻ? ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് ആണ്. ഇറ്റ് ഹാർട്ടൻസ് മീ ടു ഫൈൻഡ് എ വെൽക്കം ഫ്രം യു. നിങ്ങളിൽ നിന്ന് ഒരു വെൽക്കം, സ്വീകരണം കിട്ടിയതിൽ ഞാൻ ഹാപ്പിയാണെന്ന് പറയാണ്. ഹി എക്സ്പൗണ്ടഡ് ദ മെസ്സേജ് ഓഫ് നോൺ വയലൻസ് ടു ദ യൂത്ത്. ആ ഒരു നോൺ വയലൻസിൻ്റെ മെസ്സേജിനെ കുറിച്ച് അദ്ദേഹം വളരെ ദീർഘമായിട്ട്, വളരെ ഡീപ്പായിട്ട് സംസാരിക്കുകയാണ്. ഹി എക്സ്പ്ലെയിൻ ദാറ്റ് നോൺ വയലൻസ് വാസ് നോ വെപ്പൺ ഓഫ് ദ വീക്ക് ബട്ട് ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ്. നോൺ വയലൻസ് അഹിംസ എന്ന് പറഞ്ഞത് വീക്കായിട്ടുള്ള ഒരാളുടെ ആയുധമല്ല, മറിച്ച് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരാളുടെ ആയുധമാണ്. ദാറ്റ് സ്ട്രെങ്ത് വാസ് നോട്ട് മിയർ സ്ട്രെങ്ത് ഓഫ് മസിൽ. ഒരു മസിൽ പവറിൻ്റെ അപ്പുറത്തേക്കുള്ള ഒന്നാണ്, അതിനേക്കാളും വലിയൊരു സ്ട്രെങ്ത്താണ് ഈ നോൺ വയലൻസ് അഥവാ അഹിംസ എന്ന് പറയുന്നത്. ടു എ നോൺ വയലൻറ്റ് മാൻ സ്ട്രെങ്ത് ഓഫ് മസിൽ ഇസ് നോട്ട് നെസസറി. ഒരു നോൺ വയലൻ്റ് ആയിട്ടുള്ള അഹിംസ ഫോളോ ചെയ്യുന്ന ഒരാൾ സംബന്ധിച്ച് മസിൽ സ്ട്രെങ്ത് ആവശ്യമില്ല, ബോഡിക്ക് സ്ട്രെങ്ത് ആവശ്യമില്ല. ബട്ട് എ സ്ട്രോങ് ഹാർട്ട് ഈസ് എൻ അബ്സല്യൂട്ട് നെസസറി. പക്ഷേ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഹാർട്ട് അത്യാവശ്യമാണ്. To kill and to be killed in fighting an enemy are acts of bravery. To kill, കൊല്ലുക, അതേപോലെ തന്നെ to be killed, കൊല്ലപ്പെടുക. ഒരു യുദ്ധത്തിൽ കൊല്ലുന്നതും പരസ്പരം കൊല്ലുന്നതും അതുപോലെ കൊല്ലപ്പെടുന്നതൊക്കെ ഒരു ബ്രേവറി, ഒരു ധീരതയുടെ സൂചകമായിട്ടാണ് നമ്മൾ കാണുന്നത്. ബട്ട് ടു സ്റ്റാൻഡ് ദ ബ്ലോസ് ഓഫ് യുവർ അഡ്വേഴ്സറീസ് ആൻഡ് നോട്ട് ടു റിട്ടാലിയേറ്റ് ഇസ് ഗ്രേറ്റർ ഫോം ഓഫ് ബ്രേവറി. പക്ഷേ നിങ്ങളുടെ അഡ്വേഴ്സറീസ്, ഓപ്പോസിറ്റിലെ ആളുകളുടെ ബ്ലോസ്, അവരുടെ അറ്റാക്കുകൾ സ്വീകരിച്ചുകൊണ്ട് റിട്ടാലിയേറ്റ് ചെയ്യാതെ, തിരിച്ചടിക്കാതെ ക്ഷമയോടെ നിൽക്കുന്നത് അതിലും വലിയൊരു ബ്രേവറിയാണ്, അതിലും വലിയൊരു ധീരതയാണ്. അഹിംസയെക്കുറിച്ചാണ് പറയുന്നത്. ദാറ്റ് ഈസ് പ്രിസൈസ്ലി വാട്ട് ഇന്ത്യ ഹാസ് ബീൻ ട്രെയിനിങ് ഹെർസെൽഫ് ഫോർ. അതാണ് ഇന്ത്യയിലിപ്പോൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ ഒരു നോൺ വയലൻസ് എന്നുള്ള ഒരു ആശയം. In one of his speeches, he brought out the relation between education and non-violence. തൻ്റെ ഒരു സ്പീച്ചിൽ, ഒരു പ്രസംഗത്തിൽ നോൺ വയലൻസും എഡ്യൂക്കേഷനും തമ്മിലുള്ളൊരു ബന്ധത്തെ പറ്റി അദ്ദേഹം സംസാരിച്ചു. He said, real education consists not in packing the brain with facts and figures. Real education എന്ന് പറഞ്ഞാൽ
ഒരാളുടെ ബ്രെയിനിൽ ഒരുപാട് ഇൻഫർമേഷൻസ് ഇങ്ങനെ കൊടുക്കുക എന്നുള്ളതല്ല. നോട്ട് ഇൻ പാസിങ് എക്സാമിനേഷൻ ബൈ റീഡിങ് ന്യൂമറസ് ബുക്ക്, ഒരുപാട് ബുക്സ് വായിച്ച് എക്സാം എഴുതി പാസ്സാവുക എന്നുള്ളതും അല്ല റിയൽ എഡ്യൂക്കേഷൻ. ബട്ട് ഇൻ ഡെവലപ്പിംഗ് ക്യാരക്ടർ, പക്ഷെ എന്താണ് ക്യാരക്ടർ ബിൽഡിങ്, ഒരാളെ നല്ലൊരു ക്യാരക്ടറുള്ള ഒരാളാക്കി മാറ്റാൻ എഡ്യൂക്കേഷന് കഴിയണം. I can say that if you explore the possibilities of non-violence, you will find that without character it will prove a profitless study. അപ്പോൾ നോൺ വയലൻസിൻ്റെ പോസിബിലിറ്റീസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ക്യാരക്ടർ ബിൽഡിംഗ് ഇല്ലാത്തൊരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോഫിറ്റ്ലെസ് ആണ്. അങ്ങനെ എഡ്യൂക്കേഷൻ്റെ ആവശ്യമില്ല. ഇൻ എ മൂവ്മെൻറ്റ് സച്ച് ആസ് വി ആർ കണ്ടക്ടിങ് ഇൻ ഇന്ത്യ, വി നീഡ് ദ ഇൻ്റലക്ച്വൽ സിമ്പതി ഓഫ് ദ ഹോൾ വേൾഡ്. ഇന്ത്യയിൽ ഞങ്ങളിപ്പോൾ നടത്തുന്ന ഇത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റിന് എന്താണ്, ഹോൾ വേൾഡിൻ്റെ ഒരു ഇൻ്റലക്ച്വൽ സിമ്പതി വേണം. അതിന് എല്ലാ ആളുകളും, ഈ ഒരു ഹോൾ വേൾഡ് അതിനെ മനസ്സിലാക്കി അംഗീകരിക്കണം എന്നുള്ളൊരാശയമാണ്. Scores of letters came to Gandhiji daily from all parts of Britain and the continent, welcoming him and expressing the sympathy for his mission. ഒരുപാട് ലെറ്റേഴ്സ് ബ്രിട്ടനിന്നും അതുപോലെ തന്നെ ആ ഒരു കോണ്ടിനെൻറ്റിൻ്റെ പല ഭാഗത്തു നിന്നും ഗാന്ധിജിക്ക് വേണ്ടി ഒരുപാട് ലെറ്റേഴ്സ് വരുമായിരുന്നു. ഗാന്ധിജിയെ അവർ ക്ഷണിച്ചുകൊണ്ടും അതുപോലെ തന്നെ ആ ഒരു നോൺ വയലൻസിന് ഒരു സിമ്പതി, അതിന് അവരുടെ ഒരു സപ്പോർട്ട് അർപ്പിച്ചുകൊണ്ട് ഒരുപാട് ലെറ്റേഴ്സ് വരുമായിരുന്നു. ഓൾഡ് ഫ്രണ്ട്സ് who knew him years ago as a young student turned up to see him, and all the English friends, including civil servants, made a point of renewing the friendship. ഗാന്ധിജി ഒരു യങ് സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് ഓൾഡ് ഫ്രണ്ട്സ്, അതുപോലെ തന്നെ സിവിൽ സെർവൻസ്, ഒരുപാട് ഇംഗ്ലീഷ് ഫ്രണ്ട്സ്, ഇവരൊക്കെ എന്താണ് ഗാന്ധിജിയുമായിട്ടുള്ള ആ ഒരു പരിചയം, ഫ്രണ്ട്ഷിപ്പ് പുതുക്കാൻ ശ്രമിക്കുമായിരുന്നു. ഈവൻ സെലിബ്രിറ്റീസ് ഹു ഹാഡ് ഹേർഡ് അബൌട്ട് ഹിം വർ ഈഗർ ടു മീറ്റ് ഹിം ഇൻ പേഴ്സൺ. സെലിബ്രിറ്റീസ്, ഗാന്ധിജിയെക്കുറിച്ച് കേട്ടറിഞ്ഞ സെലിബ്രിറ്റീസ് വരെ അന്നത്തെ കാലത്ത് ഗാന്ധിജിയെ കണ്ടുമുട്ടാനും പരിചയപ്പെടാനും ആഗ്രഹിച്ചിരുന്നു. Perhaps a few would believe that when Gandhiji was told that Mr. Charlie Chaplin would like to see him, ഗാന്ധിജി ചാർലി ചാപ്ലിൻ തന്നെ കാണാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പേരെ അത് വിശ്വസിച്ചിട്ടുള്ളൂ. ഹി ഇന്നസെൻ്റ്ലി ആസ്ക്ഡ് ഹൂ ദാറ്റ് ഡിസ്റ്റിങ്വിഷ്ഡ് പേഴ്സൺ വാസ്. ഇത് കേട്ടപ്പോൾ ഗാന്ധി എന്താണ് ചോദിച്ചത്, ആരാണ് ആ ഡിസ്റ്റിങ്വിഷ്ഡ് പേഴ്സൺ, ഈ ചാർലി ചാപ്ലിൻ ആരാണ് എന്ന് ഗാന്ധി ചോദിക്കുകയുണ്ടായി. ബട്ട് ആസ് സൂൺ ആസ് ഹി വാസ് ടോൾഡ് ദാറ്റ് മിസ്റ്റർ ചാപ്ലിൻ കെയിം ഫ്രം ദ പീപ്പിൾ ആൻഡ് ലിവ്ഡ് ഫോർ ദ പീപ്പിൾ. ചാപ്ലിൻ എങ്ങനെയായിരുന്നു, ആളുകളുടെ ഇടയിൽ നിന്ന് വന്ന് ആളുകൾക്ക് വേണ്ടി ജീവിച്ച ഒരാളാണ്. അതുപോലെ തന്നെ ആൻഡ് ദാറ്റ് ഹി ഹാഡ് മെയ്ഡ് മില്യൻസ് ഓഫ് ആളുകളെ ചിരിക്കാൻ സഹായിച്ച ഒരാളാണ്. ഇതൊക്കെ കേട്ടപ്പോൾ എന്താണ്, ഹി അഗ്രീഡ് ടു മീറ്റ് ഹിം. ഗാന്ധിജി അഗ്രീഡ് ടു മീറ്റ് ചാർലി ചാപ്ലിൻ. ചാപ്ലിൻ ഹാഡ് ഇവൻച്വലി ഹേർഡ് ഓഫ് ഗാന്ധിജീസ് സ്പിന്നിങ് വീൽ. ചാപ്ലിൻ എന്താണ്, ഗാന്ധിജിയുടെ സ്പിന്നിങ് വീൽ, ചർക്കയെക്കുറിച്ച് കേട്ടറിഞ്ഞു. ആൻഡ് ദ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹി ആസ്ക്ഡ് വാസ് വൈ ഗാന്ധി വാസ് അഗെയിൻസ്റ്റ് മെഷീനറി. ഗാന്ധിയെ മീറ്റ് ചെയ്തപ്പോൾ ചാപ്ലിൻ ആദ്യമായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു, എന്തുകൊണ്ടാണ് ഗാന്ധിജി മെഷീനറീസിനെതിരായിട്ടുള്ളത്. ദ ക്വസ്റ്റ്യൻ ഡിലൈറ്റഡ് ഗാന്ധി ഹു എക്സ്പ്ലെയിൻ ടു ഹിം ഇൻ ഡീറ്റെയിൽ. ഈ ക്വസ്റ്റ്യൻ ഡിലൈറ്റ് ചെയ്തു ഗാന്ധിയെ. അതുപോലെ തന്നെ ഗാന്ധിജി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ് വൈ ദ 6 months unemployment of the whole peasant population of India made it important for him to restore them. അതായത് ഇന്ത്യയിലുള്ള പെസൻസ്, കർഷകരായിട്ടുള്ള ആളുകളുടെ അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ ഒരു മെഷീനറീസ് വരുമ്പോൾ ആളുകൾക്ക് ജോലി ഇല്ലാതാവുന്ന ഒരവസ്ഥയെക്കുറിച്ച് ഗാന്ധി എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഗാന്ധിജി സെഡ് ഇൻ ക്ലോത്ത് ആൻഡ് ഫുഡ് എവ്രി നേഷൻ ഷുഡ് ബി സെൽഫ് കണ്ടെയ്ൻഡ്. ഭക്ഷണത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും കാര്യത്തിൽ എല്ലാ നേഷനും സെൽഫ് കണ്ടെയ്ൻഡ് ആയിരിക്കണം. അവർക്ക് ആവശ്യമായ ഭക്ഷണവും ഡ്രസ്സും അവർ തന്നെ നിർമ്മിച്ചിരിക്കണം. വി വർ സെൽഫ് കണ്ടെയ്ൻഡ് ആൻഡ് വാണ്ട് ടു ബി സോ അഗെയിൻ. ഞങ്ങളെന്താണ് സെൽഫ് കണ്ടെയ്ൻഡ് ആയിരുന്നു, വീണ്ടും അങ്ങനെ ആവാനാണ് ആഗ്രഹിക്കുന്നത്. There were requests from various women organizations for an address by Gandhiji. ഗാന്ധിജിയുടെ ഒരു അഡ്രസ്സ്, ഒരു പ്രസംഗത്തിന് വേണ്ടിയിട്ട് ഒരുപാട് വിമൻ ഓർഗനൈസേഷൻസ് ഗാന്ധിജിയെ ക്ഷണിച്ചിരുന്നു. ആൻഡ് ഹി അഡ്രസ്ഡ് ദ വിമൻസ് ഇന്ത്യ കൗൺസിൽ ഇൻ മോർലെ കോളേജ് ഹാൾ. മോർലെ കോളേജ് ഹാളിൽ വിമൻസ് ഇന്ത്യ കൗൺസിലിൽ അദ്ദേഹം അഡ്രസ്സ് ചെയ്തോടെ ഒരു പ്രസംഗം നടത്തി. അറ്റ് ദിസ് മീറ്റിംഗ് ഗാന്ധിജി ടുക്ക് ദ ഓപ്പർച്യൂണിറ്റി ഓഫ് കറക്റ്റിംഗ് വേരിയസ് നോഷൻസ് അബൌട്ട് ദ വിമൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലുള്ള സ്ത്രീകളെക്കുറിച്ച് പൊതുവെയുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, തെറ്റുള്ള അഭിപ്രായങ്ങൾ തിരുത്താൻ വേണ്ടി ഇന്ത്യയിലുള്ള വിമണിനെ കുറിച്ചിട്ടുള്ള ഒരു കറക്റ്റായിട്ടുള്ള പിക്ചർ ഗാന്ധിജി ഈ മീറ്റിങ്ങിലൂടെ നൽകി.
He presented a vivid picture of heroic part that played during the freedom struggle. നമ്മളുടെ ഫ്രീഡം സ്ട്രഗിളിൻ്റെ സമയത്ത് ഇന്ത്യൻ വുമൺ വഹിച്ച ആ ഒരു റോൾ, ആ ഒരു ഹീറോയിക് ആയിട്ടുള്ള റോളിനെ കുറിച്ച് ഗാന്ധി ഒരുപാട് പ്രസംഗിച്ചു. നോ ഹിൻഡ്രൻസ് ഹാവ് ബീൻ പ്ലേഡ് ഇൻ ദ വേ ഓഫ് ദെയർ എൻറ്ററിങ് പബ്ലിക് ലൈഫ്. എന്താണ്, വിമൺ പബ്ലിക് ലൈഫിലേക്ക് വരുന്നതിന് ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല. ഫോർ സെവറൽ ഇയേഴ്സ് വെൻ അവർ ഓർഗനൈസേഷൻസ് വർ ഡിക്ലെയർഡ് ഇല്ലീഗൽ ആൻഡ് ദോസ് ഇൻ ചാർജ് ഓഫ് ദം പുട്ട് ഇൻ ടു പ്രിസൺ. ഒരുപാട് കാലം എങ്ങനെയാണ് ഇന്ത്യയിലുള്ള പല ഓർഗനൈസേഷൻസും ഇല്ലീഗലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലുള്ള ഒരുപാട് പേരെ ജയിലിൽ അടച്ച സമയത്ത് ഇറ്റ് വാസ് ദ വുമൺ ഹൂ കെയിം ടു ഫോർ ഫ്രണ്ട്. വിമണാണ് മുന്നോട്ട് വന്നത്. ആൻഡ് ഫിൽഡ് ദ ജയിൽസ്. അവരെന്താ ജയിലുകൾ ഫില്ല് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈവൻ ഫൈറ്റ് ചെയ്ത് വിമണും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആ ഒരു മുൻധാരയിലേക്ക് വിമൺ വന്നു, മെന്നിനെ പോലെ തന്നെ. ഹി ദെൻ went on to describe how they came out of their homes in one mass and showed an awakening which was miraculous. ഗാന്ധിജി എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ എങ്ങനെയാണ് കൂട്ടത്തോടെ വിമൺ അവരുടെ ഹോമിൻ്റെ പുറത്ത് വന്നതും ആളുകളിൽ ഒരു അവേക്കനിങ് ഉണ്ടാക്കിയതും. ദേ ടുക്ക് പാർട്ട് ഇൻ പ്രൊസഷൻസ്. അവർ പ്രൊസഷൻസ്, റാലികളിലൊക്കെ പങ്കെടുത്തു. ഡിഫൈഡ് ദ ലോസ്. നിയമങ്ങളൊക്കെ മാറ്റി തിരുത്താൻ സഹായിച്ചു അവർ. ആൻഡ് ബോർ ദ ലാത്തി ബ്ലോസ്. ഈവൻ ലാത്തികളുടെ അടി വരെ അവർ ഏറ്റുവാങ്ങി. വിതൗട്ട് റേസിങ് എ സിംഗിൾ ഫിംഗർ. ഒരു വിരൽ പോലും ഉയർത്താതെ അഹിംസയെ ഫോളോ ചെയ്തുകൊണ്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. It was not learned women like Sarojini Naidu but hundreds of unlettered women. എന്താണ് ലേൺഡ് വുമൺ, പഠിച്ച് വിദ്യാഭ്യാസം നേടിയ സരോജിനി നായിഡുവിനെ പോലെ വിമൺ മാത്രമല്ല, മറിച്ച് എന്താണ് ഹൺഡ്രഡ്സ് ഓഫ് അൺലെറ്റേർഡ് വുമൺ. അൺലെറ്റേർഡ് വുമൺ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ കിട്ടാത്ത നൂറുകണക്കിന് വിമൺ ഉണ്ടായിരുന്നു. ഹു ഹാഡ് ബോർ ലാത്തി ബ്ലോസ് ടു ദ ഹെഡ്. ഈവൻ തലക്ക് വരെ അവർ ലാത്തി കൊണ്ടുള്ള അടികൾ സ്വീകരിച്ചിട്ടുള്ള വിമൺ. ബ്ലീഡിങ് പ്രൊഫൗസ്ലി വൈൽ സ്റ്റാൻഡിങ് അൺഫ്ലിഞ്ചിങ്ലി ഓർഡറിങ് ദെയർ കമ്പാനിയൻസ് നോട്ട് ടു മൂവ്. ആ ഒരു ബ്ലീഡ്, തലക്ക് അടി കിട്ടി അത്രയും സ്ട്രോങ് ആയിട്ട് ബ്ലീഡ് ചെയ്തിട്ട് പോലും അവിടെ നനങ്ങൂല എന്ന് ഉറച്ച വിശ്വാസത്തോടുകൂടി അവരുടെ കമ്പാനിയൻസിനെ വരെ, അവരുടെ കൂടെയുള്ളവരെ വരെ മോട്ടിവേറ്റ് ചെയ്ത് അവിടെ നനങ്ങരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഫൈറ്റ് ചെയ്ത വിമൻ ഉണ്ടായിരുന്നു. ആ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. About Indian independence, Gandhi made his point of view clear at many meetings. ഇന്ത്യൻ ഇൻഡിപെൻഡൻസിനെ കുറിച്ച് ഗാന്ധി എന്താണ്, ഗാന്ധിജിയുടെ ഒരു കാഴ്ചപ്പാട്, പോയിന്റ് ഓഫ് വ്യൂ ഒരുപാട് മീറ്റിങ്ങുകളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഐ ആം നോട്ട് ഹിയർ ടു ബെഗ് ഫോർ ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസിന് വേണ്ടി യാചിക്കാൻ വേണ്ടി വന്ന ഒരാളല്ല ഞാൻ. ബട്ട് ഐ ഹാവ് കം ആസ് എ റിസൾട്ട് ഓഫ് ലാസ്റ്റ് ഇയർ സഫറിങ്. കഴിഞ്ഞ വർഷങ്ങളിലായിട്ടുണ്ടായിരുന്ന സഫറിങ്സ്, ആ ഒരു ബുദ്ധിമുട്ടുകൾ, അവരനുഭവിച്ച ഒരു കാര്യങ്ങളെക്കുറിച്ച്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ദർ ഇസ് നോ സച്ച് തിങ് ആസ് എ ഗിഫ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ഫ്രം വൺ നേഷൻ ടു അനദർ. എന്താണ് ഒരു രാജ്യത്തിൻ്റെ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് മറ്റൊരു രാജ്യം നൽകുന്ന ഒരു ഗിഫ്റ്റ്, ഒരു സമ്മാനമൊന്നുമല്ല എന്നാണ്. ഇപ്പോൾ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ നൽകുന്ന ഒരു ഗിഫ്റ്റ് അല്ല. ഐ ആം ഹിയർ ടു ടെസ്റ്റിഫൈ ദാറ്റ് വി ഷൽ കണ്ടിന്യൂ ദ പ്രോസസ് ഓഫ് സെൽഫ് സാക്രിഫൈസ്. ഞങ്ങളെന്താണ് ആ ഒരു സെൽഫ് സാക്രിഫൈസ് എന്നുള്ള പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും അണ്ടിൽ at last no Britisher will want to remain in India as a ruler. ഏതുവരെ ഒരൊറ്റ ബ്രിട്ടീഷർ പോലും ഇന്ത്യയിൽ റൂളറായിട്ട് ഇല്ലാത്തൊരു കാലം വരെ ബ്രിട്ടീഷേഴ്സിന് ഇന്ത്യയിലുള്ള റൂളറായിട്ട്, ഇന്ത്യയിലെ ഭരണാധികാരികളായിട്ട് ജീവിക്കേണ്ട എന്ന് തോന്നുന്നത് വരെ ഞങ്ങൾ എന്താണ് പോരാടിക്കൊണ്ടേയിരിക്കും. At Federal Structure Committee of the Round Table Conference, Gandhi spoke about his dream of independent India. ഫെഡറൽ സ്ട്രക്ചർ കമ്മിറ്റി, അതായത് റൗണ്ട് ടേബിൾ കോൺഫറൻസിൻ്റെ സമയത്ത്, വട്ടമേശ സമ്മേളനത്തിൻ്റെ ആ ഒരു ഇവൻറ്റിൽ ഗാന്ധി തൻ്റെ ഡ്രീം, സ്വപ്നം, ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ, സ്വതന്ത്ര ഇന്ത്യ എന്നുള്ള തൻ്റെ സ്വപ്നത്തെക്കുറിച്ച് ഗാന്ധി സംസാരിക്കുകയാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഇഫ് ഐ വാണ്ട് ഫ്രീഡം ഫോർ മൈ കൺട്രി, എനിക്കെന്താണ് എൻ്റെ രാജ്യത്തിന് ഫ്രീഡം വേണമെങ്കിൽ, ഐ ഡു നോട്ട് വാണ്ട് ദാറ്റ് ഫ്രീഡം ഇൻ ഓർഡർ ദാറ്റ് ഐ മേ എക്സ്പ്ലോയിറ്റ് എനി അതർ റേസ് അപ്പോൺ എർത്ത് ഓർ എനി സിംഗിൾ ഇൻഡിവിജ്വൽ. എനിക്കെന്താണ് രാജ്യത്തിന് ഫ്രീഡം വേണം, പക്ഷേ ആ ഒരു ഫ്രീഡം ഉപയോഗിച്ച് മറ്റൊരാളെ, മറ്റൊരു റേസിനെ, മറ്റൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫ്രീഡം എനിക്ക് വേണ്ട. മറ്റൊരാളെ ചൂഷണം ചെയ്യുന്ന ഫ്രീഡം അല്ല എനിക്ക് വേണ്ടത്, എൻ്റെ രാജ്യത്തിന് വേണ്ടത് എന്നാണ് ഗാന്ധി ഇന്ത്യൻ ഇൻഡിപെൻഡൻസിനെ കുറിച്ച് പറഞ്ഞത്. Thus Gandhi, along with the other freedom fighters, persuaded the British rulers to give India her legitimate independence. ഗാന്ധിജിയും അതുപോലെ മറ്റ് ഫ്രീഡം ഫൈറ്റേഴ്സും ബ്രിട്ടീഷേഴ്സിനെ പെർസ്വേഡ് ചെയ്തുകൊണ്ട്, അവരെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട്
ആ ഒരു ഇന്ത്യയുടെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഇന്ത്യക്ക് അവകാശപ്പെട്ട ആ ഒരു ഇൻഡിപെൻഡൻസ് നേടിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യാണ്. വിച്ച് ഇൻ ഹിസ് വേർഡ്സ് വാസ് ഹെർ ബർത്ത് റൈറ്റ്. ഗാന്ധിജിയുടെ വേർഡ്സിൽ ഇൻഡിപെൻഡൻസ് എന്നത് ഇന്ത്യയുടെ ബർത്ത് റൈറ്റ്, ജന്മാവകാശമാണ്. ദ ഡ്രീം ഓഫ് ഇൻഡിപെൻഡൻസ് വാസ് അക്കംപ്ലിഷ്ഡ് ബൈ ഹിസ് inimitable method of unwavering non-violence and non-cooperation. ഗാന്ധിജിയുടെ ആ ഒരു ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൻ്റെ ഡ്രീം എങ്ങനെയാണ് അക്കംപ്ലിഷ് ചെയ്തത്? ബൈ ഹിസ് ഇനിമിറ്റബിൾ എന്ന് പറഞ്ഞാൽ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന, അനുകരിക്കാൻ പറ്റുന്ന ആ ഒരു മെത്തേഡ് ഓഫ് അൺവേവറിങ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും കുലുങ്ങാത്ത, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള, ഒരു ചാഞ്ചാട്ടമൊന്നും ഇല്ലാത്ത അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഗാന്ധിജിയുടെ മെത്തേഡ്സ് ഏതൊക്കെയായിരുന്നു? നോൺ വയലൻസും നോൺ കോപ്പറേഷനും. ഈ ഒരു 2 മെത്തേഡിലൂടെയാണ് ഗാന്ധി ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് നേടിക്കൊടുത്തത്. ഈ ആർട്ടിക്കിൾ എടുത്തിട്ടുള്ളത് ദ നേഷൻസ് വോയിസ് എന്ന് പറഞ്ഞ ഒരു കളക്ഷനാണ്. അതിൽ ഗാന്ധിജിയുടെ സ്പീച്ചസും അതുപോലെ തന്നെ മഹാദേവ് ദേശായിയുടെ ഗാന്ധിജിയുടെ ഇംഗ്ലണ്ട് ജേർണീസിനെ കുറിച്ചുള്ള റൈറ്റപ്സും ഒക്കെ അടങ്ങിയിരിക്കുന്ന ദ നേഷൻസ് വോയിസ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്കിൽ നിന്നാണ് ഈ ഒരു ആർട്ടിക്കിൾ എടുത്തിട്ടുള്ളത്. എബൌട്ട് ദ ഓതർ, ഇത് എഴുതിയിട്ടുള്ള ആൾ മഹാദേവ് Haribhai Desai was born in 1st January 1892, was an Indian independence activist, scholar and writer, best remembered as Gandhiji's personal secretary. ഗാന്ധിജിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഒരു ഇൻഡിപെൻഡൻസ് ആക്ടിവിസ്റ്റാണ് മഹാദേവ് ദേശായ്. He has variously been described as Gandhiji's Boswell. Gandhiji's Boswell എന്നാണ് അദ്ദേഹത്തെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. A Plato to Gandhi's Socrates or an Ananda to Gandhi's Buddha. ഇതുപോലെയൊക്കെയാണ് അദ്ദേഹത്തിന് അഡ്രസ്സ് ചെയ്തിരുന്നത്. മഹാദേവ് ദേശായ് വാസ് an outstanding writer at ease with Gujarati, Bengali and English. ഗുജറാത്തി, ബംഗാളി ആൻഡ് ഇംഗ്ലീഷ് 3 ലാംഗ്വേജിലും വളരെ നന്നായിട്ട് എഴുതുന്ന ഒരു റൈറ്ററാണ്. He has highly regarded as a translator and writer in Gujarati. ട്രാൻസ്ലേറ്റർ, റൈറ്ററാണ്. He wrote several biography such as Antyaj Sadhunath, Sant Francis, Veer Vallabhai, Bhi Khudai Khidmat Kar, which was a biography of Khan Abdul Ghaffar Khan and his brother. He was also a regular contributor to Gandhi's publications Young India, Navajivan and the Harijan Bandhu. ഗാന്ധിജിയുടെ പബ്ലിക്കേഷൻസായ യങ് ഇന്ത്യ, നവജീവൻ, ഹരിജൻ ബന്ധു, ഇതിലൊക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള ആളാണ്. He died on 15th August 1942 and was posthumously awarded Sahitya Akademi Award in 1955. മരണശേഷം 1955 അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് നൽകി ആദരിച്ചിട്ടുണ്ട്. സോ ഈ ചാപ്റ്ററിൻ്റെ ഒരു മലയാളം എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോയിൽ തന്നത്. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. താങ്ക് യു ഓൾ.